Alright, so this is the last morning in Laval and we are leaving our Airbnb. But जाने से पहले I want to show something. The beautiful bathroom. ठीक है. Wow, what a bathroom! You think that कितना मस्त नहाएगा you भाई. think that Oh my this God. is the best thing, but no. If you think that this is the best thing, but no. If you think that this is the best thing, I am the best. then no. The best thing is आप यहाँ पे There is अपना no बिजनेस कर रहे होंगे. There is an open window here. Transparent window. കഴിഞ്ഞ 5 ദിവസമായി ലവാലിൽ താമസിച്ചിരുന്ന എയർബിഎൻബി വിട്ട് നമ്മൾ ഇറങ്ങി. ലവാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ബസ് സ്റ്റേഷൻ. പാരീസിലേക്ക് തിരിച്ചു പോകാൻ ബസ് ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. പാരീസിലെ മെയിൻ ബസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ നിന്ന് വേറെ ബസ് പിടിച്ചിട്ട് വേണം നമ്മൾ നിൽക്കുന്ന ഓബർ വില്ലയിലേക്ക് പോകാൻ. സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഏറെക്കുറെ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം. നമ്മളിവിടെ 2 റൂംസാണ് ബുക്ക് ചെയ്തത്. സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങി. खाना आ चुका है हमारा. चिकन टिक्का मसाला, नान. But I'm glad something like this is going inside. बिरयानी, सैलड दिया और बिरयानी के साथ थोड़ा सालन दिया और खाना थोड़ा. हम लोग निकल गए हैं बांग्लादेशी रेस्टोरेंट से. खाना इतना कुछ अच्छा नहीं था, ब्लैंड ही था. बट 14 यूरो में 3 लोग का हो गया. पेट भी भर गया थोड़ा थोड़ा. Came out of India and still eating Indian food or Indian as in like brown food. If you are going somewhere, उधर का delicacies खा लो. और ये बंदा ठीक है, उसको छोड़ रहे हो. He doesn't at least get Indian food. ये बंदा क्यों खाए? ये बंदा क्यों खाए? ഇതിന് ശേഷം നമ്മൾ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലെത്തി. തിരിച്ച് സിറ്റി സെൻറ്ററിലേക്ക് പോകണം. അവിടെ എത്തി ബൊളിവാർഡ് ഹോസ്മാൻ സ്ട്രീറ്റിലെ ഗാലറി ലഫയറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദിസ് ഈസ് പാരീസ്. നെപ്പോളിയന്റെ ടൈമിലുണ്ടായിരുന്ന ഹോസ്മാൻ എന്നൊരു പ്ലാനറിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രീറ്റിൽ ഏകദേശം എല്ലാ ബിൽഡിങ്സും മൂപ്പരുടെ പേരിൽ തന്നെയുള്ള ഹോസ്മാൻ സ്റ്റൈലിൽ ഉള്ള ഡിസ്റ്റിങ്ക്ട് ലുക്കുള്ള ബിൽഡിങ്സ് ആണ്. ഇതിൽ ഒന്നിലാണ് ഗാലറി ലഫയറ്റ് പ്രവർത്തിക്കുന്നത്. ലോകത്തിന്റെ ഫാഷൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പാരീസിലുള്ള ഒരു ലക്ഷറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ് ഗാലറി ലഫയറ്റ്. ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈ ഡോമിൻ്റെ വ്യൂ ആണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. മറ്റേത് ഈ ബിൽഡിങ്ങിൻ്റെ ടെറസിലാണ്. कुछ ले नहीं रहे, बस देख रहे हैं. मुझे कुछ इंटरेस्टेड भी नहीं है पैसा. I am very much interested to study the people's buying mentality for all this. एग्जैक्टली. यहाँ कोई खरीद नहीं रहा है भाई, यहाँ सिर्फ देखने के लिए आ रहे हैं. मन के गैलरी है. हाँ, गैलरी. हम लोग अभी सीधा कौन से फ्लोर पे जा रहे हैं? लास्ट 7th फ्लोर. हम लोग 7th फ्लोर पे जा रहे हैं. गरीब लोग का जगह है. भाई शेर भाई. ओ भाई, ओ भाई. ഇതാണ് പാരീസിൻ്റെ ലാഫയറ്റ് ഗാലറിയുടെ ടെറസ്. ഇവിടുന്ന് ബേസിക്കലി മുഴുവനായിട്ട് പാരീസ് മൊത്തമായിട്ട് കാണാൻ പറ്റും. ഏറെക്കുറെ വലിയ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് അതിപ്പോൾ ഈഫിൽ ടവറാണ്. നോക്കി നോർത്തിലാണെന്ന് കാണുന്നതാണ്, അറിയത്തില്ല ഈ സൈഡിലായിരിക്കണം. ക്രേസി വ്യൂ ആണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പോയാൽ എന്നെ കൊല്ലുവൻ. ഇപ്പം അവിടെ കണ്ടാൽ അത് മഴയാണ്. മഴ എന്താണ്? What is that? बारिश है भाई. മലയാളം में बारिश अभी മഴ ബ്രോ. മഴ मजा മഴ like मजा. मराठी वाला മറാഠി വാള ഉള്ളു. माळा. ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുളിയും. റെയിൻകോട്ട് ഇല്ല, ആകെ സാധനം മാത്രം. रेनकोट है ना? इल्ला क्या बोल रहे हैं? This is not a raincoat. This is a wind cheater. This can work as a raincoat भाई. क्या है ये? ഇല്ല क्या बोल रहे हैं? മഴ ശരിക്കും എത്തി. ഇവിടെ ഉള്ളിൽ കയറേണ്ടി വന്നു. മഴ പ്രോപ്പർ മഴയാണ് ഇപ്പോൾ. അപ്പോൾ തിരിച്ച് പോവുകയാണ്. ടെറസിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലേക്ക് നമ്മൾ ഇറങ്ങി.
പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോറ്. കോഴി ഇവിടെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനം കിട്ടത്തുള്ളൂ. നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന സാധനമൊന്നും ഇവിടെ ഇല്ല. ഈ ഫ്ലോറിലുള്ള ഷോപ്സിലാണ് കൂടുതലും സുവനേഴ്സും മറ്റും കിട്ടുന്നത്. ബട്ട് പുറത്ത് കിട്ടുന്നതിനേക്കാൾ അധികം വിലയിൽ തന്നെയാണ് വിൽക്കുന്നത്. സമയം വൈകി അവന്മാർ കടയടക്കുവാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. മെട്രോ പിടിച്ച് തിരിച്ച് റൂമിലേക്ക്. AI generated. तू लगता है AI generated. तू AI degenerated. तू ChatGPT 2.0 लिखा हुआ है. तू Grammarly free version. तू YouTube auto generated comments है. तू Samsung का ऑटो करेक्ट. तू आईफोन का जनरेटिव फिल है. तू क्यानो है. മഴ നനഞ്ഞ് നിഞ്ച ലുക്കിൽ എല്ലാവരും അങ്ങനെ റൂമിലെത്തി. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ഡേ 8 രാവിലെ തന്നെ നമ്മൾക്ക് മ്യൂസിയം കാണാനുള്ള റിസർവേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നമ്മിത്തടക്കം റെഡിയായി. Meet our other friends. मिल गए हम लोग बाकी दोस्तों से. हम आए हैं लूर देखने. It's supposed to be the most famous painting in the world. Yeah. And also like some of the greatest woodwork like sculptures in the world. And other monumental pieces of art. वो अंदर जाके पता चलेगा. हाँ वो अंदर जाके पता चलेगा. Also glass pyramid. നമ്മൾ ലൂർ മ്യൂസിയം കാണാൻ വന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. ഏറെക്കുറെ ലോകത്തിലെ ഫേമസ് പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ ഉള്ളത് ഇതിനകത്താണ്. 12-13 നൂറ്റാണ്ടിൽ പണിത ലൂർ പാലസിലാണ് ഈ മ്യൂസിയം. അത് കാലങ്ങൾ തോറും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. 1984 ഇതിൻ്റെ എൻട്രൻസ് റീഡിസൈൻ ചെയ്ത് ഈ ഗ്ലാസ് പിരമിഡ് രൂപത്തിൽ ആക്കുകയായിരുന്നു. ഇത്തിരി നേരം ലൈനിൽ നിന്ന് നമ്മൾ അവസാനം എൻട്രി ചെയ്തു. ഗ്ലാസ് പിരമിഡിൽ നിന്ന് താഴേക്ക് ഒരു എസ്കലേറ്റർ വഴിയാണ് വരുന്നത്. ഇവിടെ നിന്ന് മ്യൂസിയത്തിൻ്റെ പല പല ഭാഗത്തേക്കും നീങ്ങാം. കൂടുതൽ ആൾക്കാർ അകത്ത് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ പോയി ലോകത്തിലെ ഏറ്റവും ഫേമസ് പെയിൻറ്റിങ് കാണാം എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. बहुत ही सुंदर सुंदर पेंटिंग भी है. मोर पेंटिंग्स. ഇവിടെ സീലിങ്സിലും ചുമരിലും എല്ലാം വിവിധ തരം ആർട്ട് വർക്ക്സ് ആണ്. പല പല ക്ലാസിക് പെയിൻറ്റേഴ്സിൻ്റെയും വർക്ക്സ് ഇവിടെ കാണാൻ സാധിക്കും. പാവ്ലോ വെർണയുടെ ദ വെഡിങ് ഓഫ് കാന എന്ന പെയിൻറ്റിംഗ് ആണ് ലൂറിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുത്. പല പല ആർട്ട് വർക്ക്സിനും ഇൻസ്പിറേഷനായ ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇതേ പെയിൻറ്റിങ്ങിൻ്റെ നേർ ഓപ്പോസിറ്റ് ആയിട്ടാണ് മ്യൂസിയത്തിലെ മെയിൻ സ്റ്റാർ ഇരിക്കുന്നത്. ടൂറിസ്റ്റ് ഒക്കെ ഇതിനു മുന്നിൽ കൂട്ടം കൂടി ഇരിപ്പാണ്. ഇത്തിരി നേരം തിക്കിലും തിരക്കിലും പെട്ട് മുന്നിലേക്ക് പോയി ഡാവിഞ്ചിയുടെ മൊണാലിസ കണ്ടു. കാണാൻ വന്നത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഗാലറി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന മാപ്പ് വെച്ച് വഴി കണ്ടുപിടിച്ച് ഓരോരോ പാർട്സിലും നമ്മളെത്തി. ഉച്ച സമയമായപ്പോൾ ലൂറിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഫുഡ് കഴിക്കാനാണ് മെയിൻ അജണ്ട. ഇതിനിടയിൽ യഷിൻ്റെ 2 ഫ്രണ്ട്സിനെ കൂട്ടത്തിൽ കൂട്ടി. यस मिस्टर गौतम बोलो. भाई सब ये वॉकिंग भी करते हैं. इधर आया है थोड़ा फॉलो द रूल्स रेगुलेशंस. कभी तो हाँ मौका मिलता है. स्कूल में इतना सिग्नल विग्नल सीखा है. इंडिया में तो मिलता ही नहीं फॉलो करने का मौका. वी हैव 2 न्यू मेंबर्स टू द ग्रुप. शी इज मानसा. क्या शी इज मानसा मनासा एंड चैतन्य बाबू भी आ गए. ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. शाम के 4 बजे so we have had our lunch. वेलकम टू from, माय व्लॉग. So we have had some Italian food today from a restaurant called TMO. Bolognese. Food review? Okay. Food review. What did you order, Mr. Gautam? I have no idea. It was all vegetarian. It was a pizza. The pizza called He made the vegetarian. worst choice of his life. Because it was not fully my decision. It was like I felt bad for Hayat, so I was like, क्या खाएगा वो फ्रूट सलाद खाने वाला था. To the was your decision. Yeah, that was my decision. Yes. So I learned a lesson, na. अभी से हाँ. Don't feel bad. सिद्धार्थ के पिज़्ज़ा में एग प्लांट था तो
बैंगन वाला पिज़्ज़ा खाया सिद्धार्थ ने, तो ऑफ कोर्स द रिव्यू वोंट बी गुड. had a crust with tomato sauce बस अरे यार उसमें से बैंगन हटाया, मशरूम खाया. मशरूम आधा कुकिंग तो हमने टेबल पे कंप्लीट किया था. चिली ऑयल डाला, नमक डाला. चिली था ही नहीं, सिर्फ ऑयल था वो. ऑलराइट, मेरा खाना तो अच्छा था. आई हैड मार्गरेटा पुले. मेरा खाना भी अच्छा था, स्पेगेटी बोलोनीज. इनका खाना बहुत टेम्पटिंग लग रहा था. तो क्या, इट वाज नाइस. नाउ वी आर हेडिंग टुवर्ड्स द लोकेशन कॉल्ड Centre Pompidou. ഹൈടെക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ 1970കളിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് സെന്റർ പോംപിഡു. Mr. Gautam, tell us about the architecture of this. You don't want to hear from him. You want? It's a facade. It's a facade, yeah. Scaffolding. Another word. Okay. Another word. One more word. പുറത്ത് സാധാരണ കാണാത്ത സ്ട്രക്ചറൽ സിസ്റ്റംസ്, മെക്കാനിക്കൽ സിസ്റ്റംസ്, അതുപോലെ തന്നെ മുകളിലേക്കും കീഴേക്കും പോകാനുള്ള സ്റ്റെപ്സും ലിഫ്റ്റും പോലുള്ള സർക്കുലേഷനും ഒക്കെ ഇതിന്റെ പുറം ഭാഗത്താണ്. ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ओह शिट, मैंने देखा ही नहीं उसको. भाई क्या है यार, इंडियन लग रहा है भाई. സെൻട്രൽ പോംപിഡോയിൽ നിന്നിറങ്ങി നമ്മൾ അടുത്തുള്ള ലെഗോ സ്റ്റോറിലേക്കും പോയി. ये एक सुंदर सी बिल्डिंग दिख रही है. और सुंदर सा सिद्धार्थ, सुंदर सा सिद्धार्थ, होटल टेबल, सुंदर सा नमित. नहीं സമയം വൈകാൻ തുടങ്ങിയപ്പോൾ തിരിച്ച് റൂമിലെത്തി. ഇച്ചിരി നേരം ഇരുന്ന് ഡിസ്കഷൻ ചെയ്തതിനു ശേഷം നമ്മൾ 4 പേർ പുറത്തിറങ്ങി നമ്മളെ റൂമിലേക്ക് തിരിച്ചു. പാരീസ് സിറ്റി സെന്ററിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ലേറ്റ് ആയപ്പോഴേക്കും ഒരു ഷെയ്ഡി ഫീലാണ്. अभी तक चालू है. सडनली सडनली ऐसा अचानक से मारामारी शुरू हो गया. That is like the thumbnail, ऐसे attacked in the streets of France. Hello guys, this is the last day in Paris, मतलब last day in Paris. कल I think till afternoon we are here. Yes. But like tomorrow we'll be traveling to the airport and all that sort of thing. Yeah, so we are doing the last stretch. Daddy chill. उसका मोमेंटम ब्रेक कर दिया बेचारे का. മെട്രോ ട്രെയിനിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു ബാഗ് കണ്ടതിനെ തുടർന്ന് നമുക്കിറങ്ങേണ്ട സ്റ്റേഷന് മുമ്പ് തന്നെ ട്രെയിൻ മൊത്തം കാലിയാക്കി. नहीं, next to next था पर 1 किलोमीटर स्टेशन है. 18 minutes walking है. ठीक है, तो हम लोग और 20 मिनट चलेंगे. മോണ്ട് മാർട്ടെ ഹിൽസ് ഏരിയയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. 1870 ഫ്രാൻസും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ബെസിലിക്കയാണ് സേക്രേ കോർ. ഇപ്പോൾ ഉള്ളത് സേക്രേ കോർ ബാസിലിക്കയാണ്. ഇത് പാരീസിൽ നിന്ന് ഇവിടെ ഏകദേശം ഒരു നല്ല ഹൈറ്റിൽ ഏത് സ്ഥലത്ത് നോക്കിയാലും ആ മുകളിൽ കാണുന്ന ആ വെള്ള ഡോം കാണും. അത് ഓൾറെഡി ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പുറത്തേക്ക് അത്രമാത്രം ഫേമസ് അല്ലെങ്കിലും ഏറെക്കുറെ പേര് ഈ ബാസിലിക്ക എവിടെയെങ്കിലുമായി കണ്ടിട്ടുണ്ടാവും. ബസിലിക്കയിൽ കയറി നമ്മൾ ഇത്തിരി നേരം അവിടെ ഇരുന്നു. അവിടെ നിന്നിറങ്ങി നമ്മൾ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക് നീങ്ങി.
एक डोसा डाल दिया उसमें, थोड़ा पीछा जाए, डोसा डाल दिया। ഇവിടെ തന്നെയുള്ള വാൻഗോഗ് സ്ട്രീറ്റിലും നമ്മൾ പോയി. Yes sir, how are you feeling? मस्त लग रहा है. Why? Because this is the place where Van Gogh was. He painted one of his masterpieces here. और तुम लोगों ने भी वो पेंटिंग्स देखी होगी बहुत सारी. It's a very famous painting. It's a cafe at night with stars and street lights. बहुत ब्यूटीफुल व्यू है सिटी. I'll do what usually ऐसे ब्लॉग में करता है. So this is something bakery से लिया. It's pistachio filling with chocolate. प्लीज रिव्यू इट. खा ले पहले. ओके, हाउ इज इट? Good. It's actually good. It's actually good. But Tanmay is in. good. Tanmay also approves. Okay. Good. वही निकला. Good. अबे ये पड़ा है रूम पे. How are you getting good? बहुत अच्छे. Very good. Nice. തിരിച്ച് പാരീസ് സിറ്റി സെൻറ്ററിലേക്ക് നമ്മളെത്തി. കഴിഞ്ഞ ദിവസം കാണാൻ പറ്റാതെ മിസ്സായിപ്പോയ നോത്രഡാം കത്തീഡ്രലാണ് ലക്ഷ്യം. അസാസിൻസ് ക്രീഡ് യൂണിറ്റിയിൽ ഏറെക്കുറെ ക്ലൈംബ് ചെയ്തതും ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ പഠിച്ചതുമായിട്ടുള്ള ആ ഐക്കോണിക് ബിൽഡിംഗ് അങ്ങനെ കാണാൻ പറ്റി. വൈകിട്ട് ഫുഡ് കുക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു. ലാസ്റ്റ് ഡേ ഇൻ പാരീസ്. സോ മിസ്റ്റർ യഷ് കരൺ ജോക്കർ ഇസ് കുക്കിംഗ്. Look at the chicken. Now FOV. Flying inside chicken. Flying inside rice. And flying inside Yash. Here we have Mr. Hayat Tamboli sipping some iced tea. Yep. What are your thoughts on the trip to Paris? Chaotic, bhai. Too much cooking was happening. The trip got overcooked. It was roaming around in loop, going from here to there, finding everybody, like where the hell are you, then eating at a horrible restaurant. Like maybe the restaurant would be good, but not for my taste. Yeah, overall it was great. We had fun. ओए क्या कर रहा है? सिद्धार्थ प्लीज मत